സെലിബ്രേഷൻ ആണ് മോർ ദാൻ ഒരു ഫിലിം. കാരണം ഇത്രയും നാള് അദ്ദേഹം തന്നിട്ടുള്ളത്, സിനിമയിൽ തന്നിട്ടുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ചേർത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ട് തന്നെയാണ് ജനനായകന്റെ റിലീസ്. വലിയ പ്രതീക്ഷയാണെന്ന് തോന്നുന്നു അല്ലെ കേരളത്തിൽ മൊത്തത്തിലുള്ള വിജയ ഫാൻസ്? തീർച്ചയായും. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈ ആണെന്നുണ്ടെങ്കിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ കേരളവും അതിരാവിലെ 6 മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലായിടത്തും ഹൗസ്ഫുൾ ഷോസ് ആണ്. കാരണം ആ ഒരു FDFS എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം പ്രായഭേദമന്യേ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെ എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഇന്ത്യയിലെ തന്നെ സൂപ്പർ സ്റ്റാറാണ് വിജയ് സാർ. അപ്പോൾ എല്ലാവരും തിയേറ്ററിലെത്തി അത് ആഘോഷിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും അതിരാവിലെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു സിനിമയിൽ സത്യം പറഞ്ഞാൽ നമുക്കെന്താ പറയാ, ഒരു ലാസ്റ്റ് അദ്ദേഹത്തിനെ ഒന്ന് സ്ക്രീനിൽ കാണുക, അദ്ദേഹത്തിന്റെ ഡാൻസ് ആയിരുന്നാലും പാട്ടായിരുന്നാലും എല്ലാ രീതിയിലുള്ള അഭിനയവും എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം. പിന്നെ എന്താ പറയാ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കാൻ വേണ്ടി ആ കാണുന്നതും കൂടി അതിന് ക്ലാപ്പ് ചെയ്യാനും കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വിജയം കൂടി തിയേറ്ററിൽ ആഘോഷിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നല്ലാതെ ജനനായകൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഇല്ലാത്ത ഒരു ദിവസമല്ല ന്യൂസിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള തമിഴ്നാടിനെ ഓരോരോ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു അപ്രതീക്ഷിതമായിട്ട് ഹോസ്റ്റലുകളിൽ സഞ്ചരിക്കുന്നു, മറ്റേ ഹോസ്പിറ്റലിൽ പോകുന്നു, അങ്ങനെ പല പല അക്ഷരാർത്ഥത്തിൽ ജനനായകനാണ്. ഇനിയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ജനനായകൻ കണ്ടിട്ട് നമുക്ക് നോക്കാം ഈ പടം എന്തിനാണ് തടഞ്ഞു വെച്ചതെന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലായി. എന്തായാലും വൻ വിജയമായിരിക്കും ജനനായകൻ. ഇല്ല, കുറേ തവണ വെയിറ്റ് ചെയ്ത് ഈ മൂവി വേണ്ടിയിട്ടാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ കുറേ പരിപാടി സെലിബ്രേഷൻ ഉണ്ടാവും, ഇവിടെ സെലിബ്രേഷൻ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ കുറച്ച് ഇതാണ് ആവശ്യമുണ്ട്. പിന്നെ ഈ മൂവിക്ക് 2 years വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈറ്റിൽ കാർഡ് മുൻപ് ഇത് തലപതി വിജയാണ്, ഇപ്പോൾ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്. എങ്കിൽ തലപതി ഇപ്പോൾ വിജയ് ഇത് ചീഫ് മിനിസ്റ്ററാണ്. സോ ആ ടൈറ്റിൽ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഈ മൂവി വേണ്ടിയിട്ട് കുറേ തവണ വെയിറ്റ് ചെയ്ത് കുറേ റീൽസ് ലീക്കായി, പക്ഷേ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഇതുവരെ. സോ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് ഇത്ര സമയം വെയിറ്റ് ചെയ്ത് അത് കുഴപ്പമില്ല. എങ്കിൽ തലപതി പടമാണ്. സോ ഞങ്ങൾ തിയേറ്ററിൽ കാണാൻ വേണ്ടി. താങ്ക് യു. ജനനായകൻ സ്ക്രീനിലേക്ക് വെള്ളിത്തിരയിലേക്ക് വരുന്നത് അത് ദളപതി വിജയിന്റെ ട്രാൻസ്ഫോർമേഷൻ രണ്ടും ഒരേ സമയത്ത് തന്നെ സംഭവിച്ചു. ശരിക്കും ജനനായകൻ തന്നെയാണ്. വിജയ് ജനനായകനാണെന്ന് ഓൾറെഡി തെളിയിച്ചാണല്ലോ. പക്ഷെ വിജയ് എന്ന് പറഞ്ഞ ആക്ടറും ഒരു സ്റ്റാറും സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം CM ആണെങ്കിലും ഒരു 1.5 കൊല്ലം കൂടുമ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ ഒരു സിനിമയൊക്കെ ചെയ്യാവുന്നതാണ്. വിജയ് എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ പ്ലസ് ജനങ്ങളുടെ ജനനായകനാണ് റിയൽ ലൈഫിൽ, അല്ലേ? അപ്പൊ ആ വിജയ് കംബാക്ക് അടിക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വിജയ് തീർത്തും പരിപൂർണമായിട്ട് സിനിമയിൽ നിന്ന് വിട്ടു പോകുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് വിജയ് തിരിച്ചു വരും എന്നുള്ളൊരു ഇത് തന്നെയാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് മാറി നിൽക്കുന്നത് അതൊരു സേഫ്റ്റി എന്നുള്ള നിലയിലായിരിക്കും. അതാ പറഞ്ഞത്, ഇപ്പൊ 5 കൊല്ലമാണ് ഒരു CMന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആ 5 കൊല്ലത്തില് ഒരു 2 മാസം ഒക്കെ എടുത്ത് നൈസായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക, അത്തരം കണ്ടന്റുകൾ ഉണ്ടോ നോക്കുക. ആരാധകൻ എന്ന നിലയിലുള്ള ഒരു അഭിപ്രായം മാത്രമാണ്. ആരാധകനല്ല, ഒരു സിനിമാ പ്രേമി എന്ന ലെവലാണ്. മറ്റു ജനങ്ങളൊക്കെ ആ തരത്തിലാണ് പറയുന്നത്. പിന്നെ വിജയ് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എന്തായാലും തമിഴ്നാട്ടിലെ വിജയ്ക്കെതിരെ ആര് നിൽക്കുന്നു നമുക്ക് തോന്നുന്നില്ല. വിജയ് എന്തായാലും അതിനുള്ള വേറെ ആളുകളെ അവിടെ അഡ്മിനിസ്ട്രേഷൻ ആൾക്കാരെ വെക്കുമല്ലോ എന്തായാലും. അപ്പം വിജയ് അഭിനയിക്കട്ടെ എന്നാണ് പറയുന്നത്. Waiting for more than 7 months. அந்த கிரேஸ், அந்த செலிப்ரேஷனை என்னால் கட்டுப்படுத்த முடியல. நான் தமிழ்நாட்டில் இருந்தேன். இப்போ 6 AM ஷோ இங்கே தான் கேரளாவில் தான் இருக்குது அப்படிங்கிறதுனால இங்கே வந்துட்டேன். இப்போ வெயிட்டிங் ஜஸ்ட் 5 minutes மோர். ஆமாம், ஹார்ட் கோர். He's actually same. Even in screen, his presence is swag. Even in assembly, his presence is in fire. So character-wise, both are same. புரியல. அதான் ரெண்டு பேருமே எனக்கு பிடிக்கும். நல்ல ஸ்வாக் ப்ளஸ் அவங்க கேரக்டர் எல்லாமே ஒரு நல்ல கேரக்டர். നിരഞ്ജൻ ട്രിച്ചി. മോഹൻലാൽ പിന്നെ വിജയ് സാർ എന്ന് പറഞ്ഞാൽ വലിയൊരു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുള്ള സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ എങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലും അത് തിയേറ്ററിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫേസ് ഏതെങ്കിലും തിയേറ്ററിൽ ഈ പടം ഇറങ്ങാൻ പോകുന്നത് കണ്ടാൽ ഒരു ഇനീഷ്യൽ പുള്ളിങ് എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എന്തായാലും ഈ പടം പോയി എക്സ്പീരിയൻസ് ചെയ്ത് 100 അല്ല 110% ഉറപ്പാണ്.
കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, കാരണം അദ്ദേഹം എന്നുള്ള ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിനുള്ള ഒരു പക്ഷേ മനുഷ്യനെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. അതിപ്പോൾ അത് CM ആയപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു പടം. ഞാൻ കുറെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് പടങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു അവസാന ഒരു പടം നമുക്ക് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ്. ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിനൊക്കെ ഉള്ള ഇനി പടം ചെയ്യട്ടെ എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തൊക്കെ ഇനി സിനിമകൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രി ആണെങ്കിലും മലയാളം ഇൻഡസ്ട്രി ആണെങ്കിലും ഒരുപാട് ഗുണം ചെയ്യും. കാരണം തിയേറ്റർ റിലീസാണെങ്കിൽ തന്നെ ആണെങ്കിലും ഒരുപാട് ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരുപാട് മേഖലകളുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു ഗുണം ചെയ്യുള്ളൂ. അദ്ദേഹം സിനിമ ചെയ്യട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. ഇല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നത് സിനിമയായിട്ട് തന്നെ കാണുന്ന ഒരാളായി തോന്നുന്നു. രാഷ്ട്രീയമായിട്ട് തന്നെ കാണാം. അങ്ങനെ പറയാൻ പറ്റില്ല എന്തായാലും. അങ്ങനെ അദ്ദേഹം ആരെങ്കിലും പേടിക്കണ ഒരു സംഭവം ഒന്നല്ല. വളരെ ഫോർവേഡായിട്ട് പോകുന്ന ഒരാളല്ലേ. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമുള്ള എന്നുള്ളതാണ് എന്താ സംഭവം. എന്തായാലും വിജയ് എന്നുള്ള ഒരു ആക്ടർക്ക് കേരളത്തിൽ അദ്ദേഹത്തിനുള്ള ആരാധകർ ചില്ലറല്ല. കാരണം അയാൾ ട്രിവാൻഡ്രമൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടാണ് ആ യൂണിറ്റ് ബസ്സിലൊക്കെ കയറിയിട്ട്. കാരണം അതുപോലെ ഇവിടുത്തെ വലിയ താരങ്ങൾ പോലും ചിലപ്പോൾ കയറാൻ മടിയായിരിക്കും. അദ്ദേഹം അതിന്റെ മുകളിലൊക്കെ കയറിയിട്ട് അത്രയും ആരാധകർക്ക് വന്നവർക്കൊക്കെ അദ്ദേഹം കൈകൊണ്ടും മറ്റേ സ്നേഹം കാണിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന് എത്ര ആളുകൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. ആ വലിയ പൊസിഷനിൽ ഉണ്ടായിട്ടും ആള് താഴെ കിടക്കുന്ന ആളുകളെ അദ്ദേഹം പരിഗണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പോലത്തെ ചെറിയ കലാകാരന്മാരൊക്കെ ഇദ്ദേഹത്തിന്റെ പടങ്ങൾ വരുമ്പോൾ കാണാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ വരുന്നത്. ഇന്നും സിനിമകൾ ചെയ്യട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. അതുപോലെ സംഭവിക്കട്ടെ എന്നുള്ളത്. I'm from Coimbatore. I need to came to see the first day first show. Came to see the first day first show. There is no first day first show at this time. I'm a diehard. ரொம்ப விஜய் ஃபேன் நான். ரொம்ப விஜய்னா ரொம்ப பிடிக்கும். சின்ன வயசுலேருந்தே விஜய் பார்த்து வந்திருக்கேன். அதனால தான் வந்து 300 கிலோமீட்டர்ஸ் ட்ராவல் பண்ணி வந்திருக்கேன் படம் பார்க்கறதுக்கு வேண்டி. சூப்பராக இருக்கும். லீக் ஆனாலும் நான் இதுவரை பார்த்ததில்லை. தேட்டரில் தான் பார்க்கணுன்ட்டு இருந்தேன். அதனால தான் வந்தேன். എപ്പോഴും തളപതി വിജയ് എന്ന കണ്ടപ്പോൾ നമ്മളൊരു CM സിനിമയാണ് കാണാൻ വന്നിരിക്കണം. അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. അല്ല, അപ്പോൾ ഇപ്പം സിനിമ അവസാനത്തെ സിനിമയും കൂടിയാണ്, ഇനി സിനിമ ഇല്ല. ഓർമ്മിപ്പിക്കല്ലേ, കരഞ്ഞു, സത്യത്തിൽ കരഞ്ഞു, നല്ല വിഷമമുണ്ട്. അത് ഇപ്പം കാണാൻ പോകണമെന്നുള്ള ഒരു വൈബിൽ നിൽക്കുന്ന ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ആണ് എൻ്റെ എല്ലാം തിരിച്ചിടൂന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും കരയും. ചുമ്മാവേ കരയും. അവർ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഇടുമ്പോഴത്തേക്ക് പിന്നെ കരയാതിരിക്കുമോ? കരയും, ഉറപ്പായിട്ടും വിഷമമുണ്ട്. ഇനിയും എനിക്ക് അണ്ണൻ്റെ അടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ അടുത്ത 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ അടുത്തുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമ ഒരു 5 വർഷத்துக்கு ஒரு வாட்டி ஒரு படமாவது நடிங்கண்ணா ப்ளீஸ்ண்ணா. ஒரு கோரிக்கையாக கேட்டுக்கிறேன். ஏன்னா ஒரு படமாவது ஒரு വർഷத்துக்கு ഒന്നും കൂടെ വേണ്ട, 5 വർഷத்துக்கு ഒന്ന് മതി. 5 വർഷത്തിലൊരു സിനിമ മതി, അതെങ്കിലും മതി. ഒന്നും ഇല്ലാത്തതിന് അതെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. എക്സ്പെക്ടേഷൻ ഇല്ലാതിരിക്കോ? 2 വർഷമായി പടം വരില്ല. இப்போ வந்துட்டு தமிழ் 2 வருஷமா தளபதியோட படம் வரல. ஃபுல்லாக பொலிட்டிக்ஸில் போய் அவர் அங்கே வந்துட்டு சக்ஸஸ் ஆகிட்டு படம் வந்ததுனால ரொம்ப சந்தோஷமாக இருக்குது. அது அவரோட டைட்டில் கார்டுக்கு படம் வந்துட்டு லீக் ஆனாலும் அந்த டைட்டில் கார்டு பார்க்குறதுக்கோசமே நம்ம வந்துட்டு தேட்டருக்கு வந்துட்டு வரலாம். தமிழ்நாட்டில் வந்துட்டு 6 மணி ஷோ கிடையாது, இங்கே தான் 6 மணி ஷோ. அதனால കന്യാകുമാരിയിலேருந்து നാங்கள் ഇங்கே വന്നിരിക്കோம் കാലിലെ പടം பார்க்குறதுக்கு. ഒരു ക്ലാരിറ്റി വരുത്താം. അതായത് തമിഴ്നാട്ടിൽ രാവിലെ 9 മണിക്കാണ് ഷോ. അപ്പോൾ ഇവിടെ കേരളത്തിലാണ് 6 മണിക്ക് ആദ്യം ഷോ വരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്ന് കാണാം. അപ്പോൾ എന്ന മാതിരി அந்த തമിഴ്നാട്ടിൽ നിന്ന് இந்த 6 மணிக்கு ஷோ பார்க்கறதுக்கு நிறைய பேர் வந்துட்டாங்க. தமிழ்நாட்டிலேருந்து நிறைய பேர் வருவாங்க. தமிழ்நாடு அங்கே இன்னும் நார்த்தில் இருக்கிறவங்க வந்துட்டு கர்நாடகா வேறு ஸ்டேட்டில் போய் தான் பார்ப்பாங்க காலையில் 6 மணி ஷோ எல்லாம். தமிழ்நாட்டில் சீக்கிரமாக 6 மணி ஷோ. இதுக்கப்புறம் தளபதி டான்ஸ் இருக்குமான்னு தெரியாது. கொஞ்சம் மனசு கஷ்டமாக தான் இருக்குது. லாஸ்ட் படம் வந்துட்டு இதுக்கப்புறம் அவர் எடுக்கிற எல்லாத்துலேயும் சக்ஸஸ் ஆகணும். பெரிய விஷயங்களாம். லாஸ்ட் படம் தானே, அது மாதிரி உங்களுக்கு என்ன விஷமமா அதோ ஹாப்பியா? சரியான ஃபீலிங்ஸ். எவ்வளோ ஃபீலிங்ஸ் இருந்தாலும் அவர் மக்களுக்காக இன்னொரு விஷயத்துக்கு வந்து இவ்வளோ சக்ஸஸ் இன்னும் மேலே மக்களுக்காக நல்ல விஷயங்கள் பண்ணணும். அவர் அதுக்காக இதெல்லாம் விட்டுட்டு இது வேணான்னு சொல்லி விட்டுட்டு மக்களுக்காக அவர் வந்திருக்கிறாரு. சந்தோஷம்தான். ஒரு எமோஷ்னலான ஒரு ஃபீலிங்கும் இருக்குது. இன்னொரு சைடில் வந்துட்டு ஹாப்பி ஃபீலிங்கும் இருக்குது. ஒரு கேள்வி, இப்போ இது ஆன்லைன் பிரிண்ட் உள்பட லீக் ஆயிடுச்சு. அப்போ அந்த பிரிண்ட் லீக் ஆகிடும்போது உங்களுக்கு அதை பார்க்கறது ஒரு 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 சான்ஸ் இருக்குது. நீங்கள் அதை பார்த்துட்டியா? அதை சீன்ஸை பார்த்துட்டியா? இல்லை, சீன்ஸ் வந்துட்டு இன்ஸ்டாகிராம்லேயே நம்ம ஸ்க்ரோல் பண்ணிட்டு இருக்கும்போதே சீன்ஸ் வரும். நானா பார்க்கவே இல்லை. நாங்கள் தளபதி ஹார்ட்கோர் ஃபேன்ஸ் வந்துட்டு யாருமே பார்க்க மாட்டாங்க.
பார்த்துருந்தாலும் அந்த டைட்டில் கார்டு சிஎம் திரு ஜோசப் விஜய் அவர்கள் அது பார்க்கறதுக்கோசம் மட்டுமே நாங்கள் வருவோம். ഒരു 7 മാസം ഡിലേ ആയിருக்கு. ജനുവരി 9 റിലീസ് ആണ്. ഇപ്പോൾ ജൂലൈ 23 സെൻസർ ഇഷ്യൂസ് ഇടയിൽ വരാറ്. അതിനിടയിൽ சிஎம்மும் ஆயிடுச்சாரு. இது இந்த படம் ஆக்சுவலி சிஎம்முக்கு ஆவது முன்னாடி வந்த சினிமா தானே. இப்போ ஆஃப்டர் சிஎம் ஆகும்போது சேஞ்சஸ் இருக்குமா, அதோ அது கரெக்டாக ஹிட் ஆகுமா ஒரு கேள்வி இருக்குல்ல. சொல்ல போனால் சென்சர் போர்டுக்கு தனி ஃபேன்ஸ் இருக்கு. அது என்ன அப்படி சென்சர் போர்டுக்கு தனி ஃபேன்ஸ்? ஏன்னா 7 மாதம் டிலே ஆயிருக்குல்ல, பார்த்துப்போம். டைட்டில் கார்டு மாறினதுக்கு அவங்களுக்கு ஒரு நன்றி, பெரிய சல்யூட் அவங்களுக்கு. டைட்டில் கார்டு அது பாசிட்டிவாக எடுக்குது. அது பாசிட்டிவ். ஆனால் படம் டிலே. நான் வந்துட்டு சென்னையிலேருந்து ஜனவரி 9ஆம் தேதி படம் பார்க்குறது. சென்னையிலேருந்து இங்கே வந்தேன். இங்கே வந்துட்டு படம் வந்துட்டு பொங்கல் தாண்டி ரிலீஸ் ஆகும், பொங்கலில் ரிலீஸ் ஆகும். நான் ஃபுல்லாக இங்கே தான், சென்னை போகாமல் இங்கே தான் நின்னேன் ஒரு மாதம் ஃபுல்லாக தளபதி படத்துக்காக. அதுக்கப்புறம் நான் வந்துட்டு ஃபீல் பண்ணி தான் போனேன். திருப்பி போயிட்டு அதுக்கப்புறம் திடீர்னு வந்துட்டு லாஸ்ட் வீக் பிஃபோர் வீக் வந்துட்டு படம் வந்துட்டு 23ஆம் தேதி வருது அப்படின்னு சொல்லியிருந்தாங்க. அதுக்கோசம் சென்னையிலேருந்து இப்போது நேற்றுக்கு ஆஃப்டர்நூன் தான் 1 மணிக்கு தான் வந்தேன் சென்னையிலேருந்து. இங்கே வந்துட்டு டேரெக்டாக இங்கே தான் நைட்டு ஃபுல்லாக இங்கே தான். லாஸ்ட் படம் தானே, இமோஷனலாகிட்டு இறங்கி வரும். ஆமாம், எமோஷனல் இருக்கும். அதுக்கப்புறம் ஃபஸ்ட்டு ஆஃப் முடியும். படம் நல்லா இருக்குதோ நல்லா இல்லையோ நாங்கள் பார்ப்போம், நாங்கள் விசில் அடிப்போம், நாங்கள் என்ஜாய் பண்ணுவோம். ஃபுல்லாக லாஸ்ட் டான்ஸ் தான், ஃபுல்லாக டான்ஸ் மூட் தான் இன்னைக்கு. அதுதான். பகவான் கேசரி ரீமேக் ஆன ஒன்றும் பிரச்சனை இல்லை. ரீமேக்கோ ஏதோ தளபதிக்குன்னு இது தளபதி படம், அவ்வளோதான், வேற எந்த பிரச்சனையும் கிடையாது. இது ஒன்னையா இது தளபதி படம் ஐயா. கேசரியா இருந்தா என்ன, பொங்கலா இருந்தாலும் நாங்க பாப்போம், நாங்க சாப்பிடுவோம், அவ்வளவுதான். பொங்கல் எல்லாமே இன்னைக்கு தான். இதுதான் எங்க தீபாவளி, இதுதான் எங்க பொங்கൽ, മൊത്തമാவே ഇതാ സെലിബ്രേഷൻ, അவ்வளவுதான். അതെ, വിജയണ്ണന്റെ കട്ട ഫാനായതുകൊണ്ട് വാവയും കൊണ്ടുവന്നു. വാവേനെ ആദ്യമായിട്ടാണ് എൻ്റെ പടം കാണിക്കണമെന്നൊരു ആഗ്രഹം. അങ്ങനെ വന്നതാണ്. റിലീസ് നേരത്തെ ജനുവരിയിൽ ഇറങ്ങുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കാണാൻ പറ്റാത്തതിൽ. മാറ്റി വയ്ക്കാൻ വേണ്ടി കുറേ പ്രാർത്ഥിച്ചു. സത്യം മാറ്റി വെക്കലെന്ന് ആഗ്രഹിക്കുന്നു. അതെ, ലാസ്റ്റ് ഫിലിം ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള മകൾറണിയുടെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പം ഞങ്ങൾ 7 ഫാൻസ് ഷോ കണ്ടക്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 8ാമത്തെ ഒരു ഷോ ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷോയും മിസ്സാവും. പിന്നെ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് സന്തോഷമായി. ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു റിലീസ് ഡേറ്റ് മാറ്റി വെച്ചത് വിഷമമായോ എന്നുള്ളത്. പക്ഷെ സന്തോഷമായിരുന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും മാറ്റി കിട്ടുമോ. ലാസ്റ്റ് നിമിഷം വരെ റിലീസ് ആവുമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ മാറില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. പിന്നെയാണ് മാറ്റി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. പേര് നക്ഷത്ര. പിന്നെ ഉറപ്പായിട്ടും അണ്ണന്റെ ഫാൻ. അവസാനത്തെ സിനിമയാണല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, നിയമസഭയിൽ എപ്പോഴും കാണാൻ പറ്റും. പക്ഷെ സിനിമ എന്ന രീതിയിൽ അവസാനത്തെ പടവും കൂടെ ഭയങ്കര വിഷമമാണ്. സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് അണ്ണൻ്റെ വളർച്ചയാണ്. അപ്പോൾ സിനിമയുടെ ഒരു ലോകത്തിൽ നിന്നും ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതിന് ഞങ്ങൾ അങ്ങേയറ്റം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തമിഴ് വെട്രിക്കഴകം എന്ന് പറയുന്ന ഒരു സംഘടനയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അണ്ണൻ എന്ത് ഡിസിഷൻ എടുക്കുന്നോ അതിൻ്റെ കൂടെ ഞങ്ങൾ. മുഖ്യമന്ത്രിയായിട്ട് എങ്ങനെയുണ്ട് ഇതുവരെ? സൂപ്പറാണ്, ഒന്നും പറയാനില്ല. കാരണം ഇതുവരെ ഇങ്ങനെ ഒരു CM കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക ഡിസിഷൻ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതുവരെയും കണ്ടിട്ടില്ല ഇന്ത്യയിൽ തന്നെ. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആരെയും നോക്കാതെ പേടിയില്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഷോയ്ക്ക് സമയമാണ്. പക്ഷേ ഒറ്റ ചോദ്യം ചോദിക്കുക, ഈ ഓൺലൈനിൽ ഉൾപ്പെടെ പ്രിന്റ് ലീക്ക് ആയിരുന്ന സാഹചര്യം അപ്പോഴെന്താ തോന്നിയത്? വിഷമമുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് കാണും, പക്ഷേ ദളപതിയെ കട്ടയ്ക്ക് ആരാധിക്കുന്ന ആരും കാണത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. കുറേ പേര് വന്ന് പറഞ്ഞു പ്രിൻ്റഡ് ഉണ്ട്, അയച്ചു തരട്ടെ, വേണോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, അണ്ണൻ്റെ പടം കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണും. ആ ഒരു ഡിസിഷനായിരുന്നു. പിന്നെ തളപതി വിജയ് അണ്ണൻ്റെ ലാസ്റ്റ് മൂവിയാണ്, അതിൻ്റെ വിഷമമുണ്ട്. പിന്നെ CM അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. CM വിജയ് എന്നുള്ളൊരു ടൈറ്റിൽ കാർഡും കാണാമല്ലോ, അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം പുള്ളിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. അതായത് തമിഴ് സിനിമയിൽ ഫസ്റ്റ് പുള്ളീനെ കളിയാക്കി പുള്ളി അതൊരു ഇതായിട്ട് ഇൻസ്പിറേഷൻ അല്ലല്ലോ, സോറി, അതെ. അപ്പം പുള്ളി അതിലൊരു എന്താ പറയാ വേണ്ടിയിട്ട് ഇനിയും ജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു വെറിയെന്ന് പറയത്തില്ലേ, അതിൽ പുള്ളി ഇളയ ദളപതിയിൽ നിന്ന് അടുത്ത ഒരുപാട് പൊളിറ്റിക്കൽ പരമായിട്ട് എതിർപ്പുകൾ വന്നപ്പം പുള്ളിക്ക് പൊളിറ്റിക്കൽ വരണമെന്ന് പറഞ്ഞിട്ട് കുറേ നാൾ മുമ്പുള്ള 2008 മുതൽ വർക്ക് ചെയ്യുന്നതാണ്, മനസ്സിലായി. അപ്പോൾ പുള്ളിയുടെ ഒരു പ്ലാൻ, ഒരു ബേസ്മെൻ്റൊക്കെ ഇട്ട്
പുള്ളി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് വന്ന് അടിച്ചിരിക്കുകയാണ്. ഓൺലൈൻ പ്രിന്റ് ലീക്ക് ആയപ്പോൾ എന്ത് തോന്നുന്നു? ഞങ്ങൾ കണ്ടില്ല ബ്രോ, കാരണം തളപതി വിജയണ്ണൻ്റെ സിനിമ നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണും. അതാണ് നമ്മുടെ ഒരു ഇത്. ഇമോഷണൽ ആയിട്ട് ഇറങ്ങി വരുമോ സിനിമ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ കറുപ്പൊക്കെ ഇട്ടുള്ളത്. കാരണം അതായത് നമ്മൾ ലാസ്റ്റ് സിനിമയല്ലേ ബ്രോ, അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അത് അതിൻ്റെ ഒരു ഇതിൽ ഞങ്ങളിങ്ങനെ ബ്ലാക്ക് ആക്കിയിട്ട് വന്നതാണ്. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു.